എല്ലാവർക്കും സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൈവിക സന്ദേശമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ വെളിപ്പാട് 3-ൻ്റെ 7 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ പഠനത്തിന് വിധേയമാക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായി ചിന്തിക്കാൻ പോകുന്നത് ഫിലദൽഫിയ പട്ടണത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ അവിടെ എങ്ങനെ സഭ സ്ഥാപിതമായി തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാം. സർദീസിൻ്റെ തെക്ക് കിഴക്കായി ഏകദേശം 40 കിലോമീറ്റർ അകലെ ഹെർമോസ് നദീതടത്തിലാണ് ഫിലദൽഫിയ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു മനോഹര സമ്പന്ന നഗരമാണ്. BC 2-ാം നൂറ്റാണ്ടിൽ പെർഗമോസിൻ്റെ രാജാവായ യുമേനിയോസ് ആണ് ഈ പട്ടണത്തെ സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പേരായ അട്ടാലസ് ഫിലാഡൽഫ് എന്ന നാമം ഇതിന് നൽകി. സഹോദര സ്നേഹം എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം. AD 17-കളിൽ അനവധി ഭൂകമ്പത്തെ ഈ പട്ടണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. തന്മൂലം തകർന്നു പോയ ഈ പട്ടണത്തെ റോമിൽ നിന്നുള്ള ധനസഹായം കൊണ്ട് പുതുക്കിപ്പണിതു. തിബിരിയാസ് കൈസറാണ് ഈ പണിക്ക് മുൻകൈയെടുത്തത്. അതുകൊണ്ട് ഈ പട്ടണത്തിന് നിയോ കൈസരിയ, അതായത് പുതിയ കൈസരിയ എന്ന പേരിട്ടു. ഇവിടുത്തെ പ്രധാന കൃഷി മുന്തിരിയാണ്. നാമമാത്രമായ യഹൂദന്മാർ ഇവിടെ പാർത്തിരുന്നു. ഡയോനിയസ് എന്ന റോമൻ ദേവൻ്റെ പേരിലുള്ള വിഗ്രഹാരാധന ഇവിടെ ഉണ്ടായിരുന്നു. ആ പേരിലുള്ള ഉത്സവങ്ങൾ നടന്നിരുന്നു. 14-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം മതത്തിൻ്റെ ആധിപത്യം സ്ഥാപിതമായപ്പോൾ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികൾ മതം മാറി ഇസ്ലാം മതം സ്വീകരിച്ചു. AD 25-ൽ നിരവധി ക്രിസ്ത്യൻ പള്ളികൾ മുസ്ലിം പള്ളികളായിട്ട് മാറി. 1-ാം ലോക മഹായുദ്ധം വന്നപ്പോൾ 1000-ൽ താഴെ ക്രിസ്ത്യാനികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ സഭ സ്ഥാപിതമായത് എങ്ങനെയെന്ന് ചരിത്രത്തിൽ ചില നിഗമനങ്ങൾ നമുക്ക് കാണാം. അത് പുറകാലെ വിശദീകരിക്കാം. ആസിയയിലെ മറ്റു സഭകൾ സ്ഥാപിതമായ സമയത്ത് ഇവിടെ സഭയുണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നു. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭാഗമായി നമ്മൾ തിരിച്ച് പഠിക്കേണ്ടതാണ്. അതായത് ഫിലദൽഫിയയുടെ ചരിത്രം. ഫിലദൽഫിയ പട്ടണം ക്രിസ്തുവിന് മുമ്പ് 2-ാം നൂറ്റാണ്ടിൽ പണിതാണെന്ന് ഓർപ്പിച്ചിരുന്നല്ലോ. ഇത് സ്ഥാപിച്ചത് യുമേനിയസ് അല്ലെങ്കിൽ അട്ടാലസ് ഫിലാഡൽഫ്. അദ്ദേഹം പിന്നീട് രാജാവായി. അതുകൊണ്ടാണ് ഈ പട്ടണത്തിന് ഫിലദൽഫിയ എന്ന പേര് വന്നതെന്ന് മുമ്പേ ഓർപ്പിച്ചു. ഫിലദൽഫിയ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം സഹോദര സ്നേഹം. ഫിലയോ സ്നേഹിക്കുക എന്നാണ്. അഡൽഫോസ് സഹോദരനാണ്. അതുകൊണ്ട് സഹോദര സ്നേഹം എന്നർത്ഥമുള്ള പേര് ഇതിന് വന്നു. ഭൂമിശാസ്ത്രമായിട്ട് രണ്ടാമതായിട്ട് ചിന്തിച്ചാൽ ഇതിൻ്റെ സ്ഥാനം, ഈ പട്ടണം ഇന്നത്തെ അള്ളാഷേക്കർ എന്ന നഗരമാണ്. ഇന്ന് ഈ സ്ഥലം തുർക്കിയുടെ കയ്യിലാണ്. പഴയകാലത്ത് ലിഡിയ എന്ന രാജ്യത്തിൻ്റെ പ്രദേശം അല്ലെങ്കിൽ ഭാഗമായിരുന്നു എന്ന് കാണുന്നു. നേരത്തെ ഓർപ്പിച്ചതുപോലെ ഭൂകമ്പങ്ങൾ കാരണം പ്രശസ്തമായ പട്ടണമാണ്. ഫിലദൽഫിയയിൽ പല വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയ ഭൂകമ്പം 17-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചു. ആ ഭൂകമ്പത്തിൽ പല നഗരങ്ങളോടൊപ്പം ഈ പട്ടണവും നശിച്ചുപോയി. പിന്നീട് റോമൻ ചക്രവർത്തിമാർ ഈ പട്ടണത്തെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി സഹായിച്ചു. അതുകൊണ്ട് ഈ പട്ടണത്തിന് നേരത്തെ ഓർപ്പിച്ചതുപോലെ നിയോ കൈസരിയ എന്ന പേര് വന്നു. വ്യാപാരവും സംസ്കാരവും ഫിലദൽഫിയയിലെ പ്രധാന കാര്യമായിരുന്നു. ഫിലദൽഫിയ ഒരു പ്രധാന വ്യാപാര പട്ടണമായിരുന്നു. അതിനുള്ള കാരണങ്ങൾ, ഇത് വ്യാപാര പാതകളുടെ ചെരുവിലായിരുന്നു ഇത് സ്ഥിതി ചെയ്തത്. മുന്തിരിത്തോട്ടങ്ങൾ വളരെ കൂടുതലായിരുന്നു. വീഞ്ഞ് നിർമ്മാണം ഇവിടുത്തെ പ്രസിദ്ധമായിരുന്നു. ഗ്രീക്ക് സംസ്കാരം വളരാൻ പ്രധാന കേന്ദ്രമായി ഇത് മാറി. ബൈബിളിൽ എങ്ങനെയാണ് ഫിലദൽഫിയ സഭ സ്ഥാപിതമായത് എന്നതിന് വ്യക്തമായ തെളിവ് നമുക്ക് കാണുന്നില്ല. എങ്കിലും ഇവിടെ സഭയുണ്ടായിരുന്നു എന്ന് വെളിപ്പാട് 3-ൻ്റെ 7 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ കാണുന്നു. യേശുക്രിസ്തു ഫിലദൽഫിയ സഭയെക്കുറിച്ച് പ്രശംസിക്കുന്നു. ഈ സഭയുടെ പ്രത്യേകതകൾ നമുക്ക് ഓരോ വചനങ്ങളിൽ വരുന്ന ദിവസങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ എങ്ങനെ സഭ സ്ഥാപിതമായി എന്നതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് വേദപഠിതാക്കളുടെ ഇടയിൽ ഉള്ളത്. എങ്ങനെ ഇവിടെ സഭ സ്ഥാപിതമായി എന്ന് ബൈബിൾ നേരിട്ട് വ്യക്തമാക്കുന്നില്ല. എന്നാൽ ബൈബിൾ ചരിത്രവും അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം പരിശോധിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. ഒന്ന്, അപ്പോസ്തലനായ പൗലോസിൻ്റെ ശുശ്രൂഷയുടെ ഫലമാണ് ഫിലദൽഫിയ സഭ സ്ഥാപിതമായെന്നൊരു വിശ്വാസം. ഫിലദൽഫിയ സഭ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ ശുശ്രൂഷയായിട്ടുണ്ടായി എന്ന് നമുക്ക് പൗലോസിൻ്റെ പ്രവർത്തനങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ, അതായത് ഏഷ്യ മൈനർ പ്രദേശങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 19-10 നമ്മൾ വായിക്കുന്നത്, ആസിയയിൽ പാർക്കുന്നവരൊക്കെയും കർത്താവിൻ്റെ വചനം കേട്ടു. ഇത് സൂചിപ്പിക്കുന്നത് അവിടെയുള്ള പല പട്ടണങ്ങളിൽ സഭ സ്ഥാപിക്കപ്പെട്ടു എന്നതാണ്. എഫെസോസിൽ സഭയിൽ നിന്ന് പരന്നതാണ് ഇവിടെ സുവിശേഷം എത്തിയത് എന്നൊരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. എഫെസോസ് എന്ന നഗരത്തിൽ പൗലോസ് ദീർഘകാലം ശുശ്രൂഷ ചെയ്തു. അവിടെ നിന്ന് സുവിശേഷം ചുറ്റുമുള്ള നഗരങ്ങളിലേക്ക് പടർന്നു എന്ന് കരുതുന്നു. ഇതിൽ ഉൾപ്പെടുന്ന പട്ടണത്തിലൊന്നാണ് ഫിലദൽഫിയ. അതിനാൽ പല വേദപഠിതാക്കളും അങ്ങനെ എഫെസോസ് സഭയിൽ നിന്നാണ് ഫിലദൽഫിയയിൽ സഭ സ്ഥാപിതമായത് എന്ന് കരുതപ്പെടുന്നു. മൂന്നാമത് അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ്റെ കാലത്തെ സഭയാണ്. വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ ഫിലദൽഫിയയിൽ സഭയുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഇവിടെ സഭ സ്ഥാപിക്കപ്പെട്ടത് എന്നൊരു ചിന്ത
ചില വേദപഠിതാക്കളുടെ ഇടയിലുണ്ട്. എങ്ങനെയാണ് സഭ സ്ഥാപിതമായത്, ഫിലദൽഫിയയിൽ എങ്ങനെ സഭ സ്ഥാപിതമായി എന്ന് വ്യക്തമായി കൃത്യമായി പറയുവാൻ സാധ്യമല്ല. മിക്കവാറും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിൻ്റെ ശുശ്രൂഷയിലായിരിക്കാം ഫിലദൽഫിയയിൽ സഭ സ്ഥാപിതമായത് എന്ന് ന്യായമായി നമുക്ക് കരുതാം. തുടർന്ന് 3-ാം അധ്യായം 7-ാം വാക്യം തൊട്ട് നാളെ നമുക്ക് പഠനത്തിന് വിധേയമാക്കാം. സർവ്വശക്തനായിരിക്കുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.